ഹായ് കുട്ടികളെ, ഏർവാടിയിൽ വന്നാൽ ചെലവ് ചുരുക്കി ഇങ്ങനെ കഴിയാം നിൽക്കാന്നുള്ളതിൻ്റെ വിവരാട്ടോ. ഇവിടെ ബസ് ഇറങ്ങിയാൽ അത് നേരെ കാണുന്നത് തന്നെയാണ് ദർഗ. പിന്നെ ഇതിനെ ദർഗയുടെ അടുത്ത് തന്നെയാണ് കുളിക്കാനുള്ള സൗകര്യങ്ങൾ. 25 രൂപ കൊടുക്കുകയാണെങ്കിൽ കുളിക്കുക, അവിടെ കക്കൂസ പോവുക, തുണി കഴുകുക. ഇത് കുളിക്കണ സ്ഥലമാണ്. റൂം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ 2 ദിവസം നിൽക്കണേന് ദർഗയിൽ വന്നാൽ പിന്നെ ഇവിടെ മണ്ണിൽ വിരിച്ചിട്ട് അവിടെ കിടക്കുക. എല്ലായിടത്തും പോയി സിയാർത്തൊക്കെ കഴിയുമ്പോൾക്ക് വൈകുന്നേരവും. അപ്പോൾ മണ്ണിൽ തുണി വിരിച്ചിട്ട് അവിടെ കിടക്കുക. റൂം എടുക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ? പിന്നെ അവിടെ കഞ്ഞി കൊടുക്കും വൈകുന്നേരം. മഹരിബിയുടെ നേരത്ത് കഞ്ഞിയും വടയൊക്കെ കൊടുക്കും. അതൊക്കെ മേടിച്ച് ചീരിഞ്ഞ് കഴിച്ചിട്ട് അവിടെ അങ്ങനെ ദിക്ർ സലാത്തൊക്കെ ആയിട്ട് അങ്ങനെ കൂടെ അവിടെ കിടക്കുകയും ചെയ്യാം. നേരം വെളുക്കോളം വാച്ച്മാന് നോക്കാനും പിടിക്കാനൊക്കെ ഉണ്ടാവും. കാരണം സാധനങ്ങളൊക്കെ സുരക്ഷിതമായിട്ടൊക്കെ ഇരിക്കും. സ്ത്രീകൾക്ക് വെച്ചാൽ അവിടെ നിസ്കരിക്കാനുള്ള പിന്നെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ദർഗയിൽ കിടക്കുകയാണെങ്കിലും അതിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇത് പ്രാവിൻ്റെ കൂടാണ്. ഉറൂസിൻ്റെ ഭാഗമായിട്ട് മൗലൂദ് തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഏർവാടിയിൽ കൊടിയേറ്റായല്ലോ, അപ്പോൾ മൗലൂദ് തുടങ്ങിയിരിക്കുന്നു. ഇത് തട്ടുകടയാണ്. വില കുറവുണ്ട് കഴിക്കാനൊക്കെ. ഏർവാടിയിലുള്ള തട്ടുകടയാണ്. ഇവിടെ ഈ കടയിൽ വില കുറവുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര മാത്രം. അടുത്ത വിശേഷവുമായി ഇനിയും വരാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.